ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ പാനസോണിക് എ സിൻ്റെയും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ പുതിയ ബീസ്മോക്ക് എ സി ഉണ്ടല്ലോ, നമ്മുടെ 2025 മോഡൽ. അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. ഏതാണ് വാങ്ങിക്കണമെന്ന് വെച്ചാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നത് വെച്ചാൽ കുറേ പേരെ നമുക്ക് ഇതിനെ കുറിച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ഇറങ്ങാണ്ട് മുമ്പ് നമ്മുടെ രണ്ട് ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. ഞാൻ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ആദ്യം IT ആയിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ PG ഫിനാൻസ് ആയതുകൊണ്ട് ഫിനാൻഷ്യൽ ഫീൽഡിലേക്ക് മാറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ് എ സിയും പാനസോണിക് എ സിൻ്റെയും ഒരു കമ്പാരിസൺ എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ കുറേ പേർക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന എൻ്റെ വീട്ടിൽ 3 AC ഉണ്ട് പാനസോണിക്. അപ്പോൾ ഇതെൻ്റെ പുതിയ പാനസോണിക്കിൻ്റെ AC ആണ്. നമ്മുടെ സ്മാർട്ട് മോഡലായിട്ടുള്ള 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാർ ഹോട്ട് ആൻഡ് കൂൾ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് ഒരു 44 രൂപയ്ക്ക് വരുന്നുണ്ട്. 1.5 3 സ്റ്റാറിന് തന്നെ ആ റേഞ്ച് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് ചൂടാക്കാൻ ഹീറ്റർ ഇതുണ്ടല്ലോ, ഹീറ്റർ ഫെസിലിറ്റി നമ്മുടെ കാറിലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഹീറ്റർ ഫെസിലിറ്റിയും കൂടി ഉള്ളൊരു ശരിക്കും ആവശ്യമൊന്നും ഇല്ലായിരുന്നില്ല, സാധ്യത മതി. പക്ഷേ ഇതിന് കുറച്ച് പവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമൽ നമ്മുടെ ഇവരുടെ ബേസിക് മോഡലിനായിട്ടും കുറച്ച് പവർ കൊടുത്തപ്പോൾ എൻ്റെ അമ്മയുടെ റൂമിലിരിക്കുന്നത് 1 ടണ്ണിൻ്റെ നോർമൽ പാനസോണിക്കിൻ്റെ സാധാ മോഡലാണ്. അപ്പോൾ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല പവർ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഈ റിമോട്ടൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ പാനസോണിക്കിൻ്റെ AC ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആമസോണിൻ്റെ. അതിൽ നമ്മൾ കൊടുക്കുന്ന AC റിമോട്ടൊക്കെ ചെറുതാണ്, ബേസിക് അത് സ്റ്റാർട്ടിങ് മോഡലാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ റൂമിലിരിക്കുന്ന AC റിമോട്ട് ചെറുതാണ്, ഭയങ്കര ചെറുതാണ്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാധനം പിന്നെ പകുതി ഉണ്ടാവുള്ളതുകൊണ്ട് സൈസായാലും തടിയായാലും ലെങ്ത് ആയാലും വിഡ്ത്തായാലും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര വലുതാണ്, മറ്റേ ഒക്കെ ഡിസ്പ്ലേ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസും കാര്യം വരുന്നുണ്ട്. കുറച്ച് ഫീച്ചേഴ്സും ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് നമുക്ക് 4-way സ്വിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റേലാകുമ്പോൾ നമുക്ക് 2-way മാത്രം, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് 2025 മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 2025 മോഡലല്ല, 2025 മോഡൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ പാനസോണിക്കിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെയും ബീസ്മോക്ക് എന്ന് പറഞ്ഞിട്ടൊരു AI ഫീച്ചർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏത് വാങ്ങിക്കണം എന്നുള്ളത് ഭയങ്കര കമ്പാരിസൺ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ പ്രൈസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ പാനസോണിക്കിൻ്റെ ആയിരിക്കും വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി, ഞാൻ അതിൻ്റെ റൂമിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആവാറൊക്കെ ആയിട്ടുണ്ട്. ഇത് പുതിയ മോഡലാണ്. അപ്പോൾ ഇതിന് പഴയ മോഡൽ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓൺലൈനിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഴയ ഫോബ്സിൻ്റെ ഒരു AC ഉണ്ടായിരുന്നു, അത് എക്സ്ചേഞ്ച് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കംപ്ലൈൻറ്റ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ പാനസോണിക്കിൻ്റെ എന്താ പറയുക, നമ്മുടെ സാധനം ഡെലിവറി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ ഒരു വന്ന് ഫിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ സാംസങ്ങിൻ്റെ ഇതിന് മുമ്പുള്ളൊരു വിൻഫ്രീ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബീസ്മോക്ക് വിൻഫ്രീയും വരുന്നുണ്ട്. വിൻഫ്രീ എന്ന് പറഞ്ഞാൽ മോഡലിനും അത്യാവശ്യം നല്ല കംപ്ലൈൻറ്റ് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ മാക്സിമം വിൻഫ്രീ എടുക്കണ്ട, ബീസ്മോക്ക് ആയാലും വിൻഫ്രീ എടുക്കണ്ട. എന്ന് വെച്ചാൽ വിൻഫ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ AC നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഫ്രണ്ടിൽ കുറച്ച് ചെറിയ ഓട്ടകൾ, അതിൽ കൂടെ നമുക്ക് ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ നമ്മുടെ എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അടഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസ് വരുന്ന ഇതുണ്ടായിരുന്നുണ്ട് നമ്മുടെ വിൻഫ്രീ മോഡൽ. അതുകൊണ്ടാണ് നമ്മൾ വിൻഫ്രീ വേണ്ടെന്ന് പറയുന്നത്, അല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാണ്ടായിട്ടുള്ള കേട്ടോ. അല്ലാതെ നോർമൽ ബീസ്മോക്ക് മോഡലൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മുടെ റിമോട്ടും ഈ റേഞ്ചിൽ വരുന്ന പാനസോണിക്കിൻ്റെ AC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിമോട്ടൊക്കെ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയിക്കും സാംസങ്ങിൻ്റെ കസ്റ്റമർ കെയറും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പാനസോണിക്കിൻ്റെ AC ഇപ്പോൾ കുറേ കാലമായിട്ട് ഉപയോഗിച്ചു, അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത് പാനസോണിക്. അല്ലാണ്ട് ഇപ്പോൾ സാംസങ്ങിൻ്റെ പുതിയ മോഡൽ കംപ്ലൈൻ്റ് ആയിട്ടോ സംഭവം പൊട്ടയായിട്ടോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ പുതിയ ബീസ്മോക്ക് 2025 മോഡൽ അത്യാവശ്യം നല്ല റിവ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ നിങ്ങൾ പോയി ചോദിച്ചാലും അത്യാവശ്യം ഷോപ്പുകാരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ പേര് ഓഫ്ലൈൻ എടുക്കുന്നുണ്ട്, കുറേ പേര് ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ എടുക്കായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് റേറ്റും ഡിസ്കൗണ്ടും അതുപോലെ തന്നെ മോഡലും എല്ലാം നോക്കിയെടുക്കുക, നമുക്ക് ഓർഡർ ചെയ്യാം. സാധനം വീട്ടിലൊന്ന് എത്തിയോളും. മറ്റാണ് നമ്മൾ പോയി എടുക്കണം, പിന്നെ ഇങ്ങോട്ട് കൊണ്ട് ഡെലിവറി ചാർജ് കൊടുക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈൻ എടുക്കാം, ഓൺലൈൻ എടുക്കാം. നിങ്ങൾക്ക് എവിടെ നിന്നാണോ നല്ല മോഡൽ, അതായത് ലേറ്റസ്റ്റ് മോഡൽ ഡിസ്കൗണ്ട് റേറ്റും കൊടുത്ത് കുറഞ്ഞ പ്രൈസ് കിട്ടും, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. മാക്സിമം മിക്ക കടക്കാരും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, നമ്മൾ പാനസോണിക് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അവർ ചിലപ്പോൾ ലോയിഡോ വോൾട്ടാസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ മോഡൽ എടുക്കുന്നത് വെച്ചാൽ അവർക്ക് കമ്മീഷൻ കൂടുതൽ. നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, അവർക്ക് കൂടുതൽ കമ്മീഷൻ തരുന്ന മോഡൽ ഇടിവട്ട സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അതേ സെയിം പരിപാടി തന്നെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉള്ളവർക്കൊക്കെ നമുക്ക് അവിടെ പോയാലും ഇപ്പോൾ ഓൺലൈൻ പോയാലും ഓഫ്ലൈനിലായാലും കറക്റ്റ് പോയി. പക്ഷേ ഇതിന് കുഴപ്പമുണ്ട് AC എന്താ വെച്ചാൽ ഈ 2025 മോഡൽ ഈ മോഡൽ നമ്പർ നോക്കിയെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ മോഡലും ഓഫ്ലൈൻ മോഡലിനും നമ്പർ വ്യത്യാസമുണ്ട്. രണ്ടാണ് സെപ്പറേറ്റ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഇവർ കമ്പനീസ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാറുള്ളത് ആമസോണിൽ എടുക്കായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും നമ്മൾ പാനസോണിക്കിൻ്റെയും സാംസങ്ങിൻ്റെ കേസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച മോഡൽ ഇതുണ്ടോ നോക്കട്ടെ.
അത് മിക്ക സമയത്തും ഔട്ട് സ്റ്റോക്ക് ഉണ്ടാവും ഹോട്ട് ആൻഡ് കൂള്. അതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നമ്മുടെ റെഫർ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ പാനസോണിക് അല്ല ആമസോൺ ത്രൂ തന്നെ എടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ SBI കാർഡിനും ICICI കാർഡിനൊക്കെ ഓഫറും വരുന്നുണ്ട്. ICICI കാർഡിന് എന്തായാലും ഉണ്ട്. SBIനും ഇപ്പോൾ മിക്ക ഫോണുകൾക്കൊക്കെ ഞാൻ കണ്ടു. പാനസോണിക് AC 2025 മുകളിൽ എടുത്താൽ മതിട്ടാ. 2024 എടുക്കണ്ട. പിന്നെ അത്രയും ഇപ്പോൾ കടയിലൊക്കെ പോയിട്ട് അത്രയും റേറ്റ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ മാത്രം 2024 2023 എടുത്താൽ മതിട്ടാ. ഇപ്പോൾ പാനസോണിക്കിൻ്റെ 1.5 ടണ്ണിൻ്റെ 2025 മോഡലിൽ നമുക്ക് പ്രൈസ് വരുന്നത് 43,990 ഇതിൽ നമുക്ക് ആമസോൺ ICICI കാർഡ് ഉണ്ടെങ്കിൽ 2,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. HDFC കാർഡ് ഉണ്ടെങ്കിൽ 4,000 രൂപ കിട്ടും. SBI കാർഡ് ഉണ്ടെങ്കിൽ 3,250 രൂപ കിട്ടും കേട്ടോ. അപ്പോൾ SBIയും HDFC ആണ് ഓഫർ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി സാംസങ് ആട്ടെ. സാംസങ്ങിൻ്റെ 1.5ൻ്റെ സാംസങ്ങിൻ്റെ ആകുമ്പോൾ നമുക്ക് ഓഫർ വരുന്നത് ഇത് സാംസങ്. അപ്പം ഈ ഒരു കാര്യം എടുത്ത് പറയാൻ പറഞ്ഞു. സാംസങ്ങിന് ഒരു എക്സ്ട്രാ ഒരു ഫീച്ചർ എന്ന് പറയാൻ വലിയൊരു എക്സ്ട്രാ പോയിന്റ് അതിന് പോകുന്നുണ്ടെന്ന് വെച്ചാൽ അറിയോ, 5 കൊല്ലം നമുക്ക് കോംപ്രഹെൻസീവ് വാറണ്ടി കിട്ടുന്നുണ്ട്. നമുക്ക് പാനസോണിക്കിന് 1 ഇയർ കിട്ടുന്നുള്ളൂ കേട്ടോ. അതാണ് ഒരു പ്ലസ് സാംസങ്ങിന്. ഇതിലായാലും നമുക്ക് HDFCക്ക് 4,000, SBIക്ക് 3,500 സെയിം തന്നെയാണ് കേട്ടോ. 2 ബാങ്കും തന്നെ ഉള്ളൂ. ICICI ഇല്ലേ ഇപ്പം എന്താണോ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അത് വേറെ കാര്യം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും വേണമെങ്കിൽ എടുക്കാം. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ഡീൽ കിട്ടുന്നത്, ഡിപ്പെൻസ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ബെറ്റർ പ്രൈസിന് കിട്ടുന്നത്. രണ്ടായാലും ഇപ്പോൾ ഒരു വലിയ മോശമൊന്നുമില്ല. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പാനസോണിക് എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നു. വീട്ടിൽ കുറേ ഉള്ളതും പാനസോണിക്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ പാനസോണിക്കിനും അത്യാവശ്യം നല്ല സർവീസ് ഉണ്ട്. സാംസങ്ങിനും അത്യാവശ്യം നല്ല ഡയറക്റ്റ് സർവീസ് വരുന്നുണ്ട്. ഡിപ്പെൻസ് അപ്പോൾ പിൻകോഡാണ് മിക്ക ഏരിയസിലും, പക്ഷേ ഡയറക്റ്റ് സർവീസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് ഉള്ളിലൊക്കെ ആണെങ്കിലും മാത്രമാണ് തേർഡ് പാർട്ടി ഏജൻസികളൊക്കെ വരിക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതിയിട്ട് നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് പ്രൊവൈഡ് ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട.